നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാട്ടുകോഴിത്തരത്തിന്റെ പേരിൽ കേസും ആരോപണം ഉയർന്നപ്പോഴാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് പുറത്തായത്. ആരും പുറത്താക്കിയതല്ല, സ്വയം രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിലായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് കാലാവധി നീട്ടിക്കിട്ടാതിരുന്നത്. രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ചപ്പോൾ വൈസ് ചെയർമാനായിരുന്ന നടൻ പ്രേംകുമാർ ചെയർമാനായി. വളരെ മാന്യമായും കാര്യക്ഷമവുമായും സ്വന്തം കാലയളവിൽ പ്രേംകുമാർ പ്രവർത്തിച്ചത്. സദസ്സിലുള്ളവരെ കൂവിത്തോൽപ്പിക്കാതെ, സദസ്യരുടെ തന്തയ്ക്ക് പറയാതെ വളരെ നിലവാരമുള്ളതും മാന്യവുമായ ഒരു ഫിലിം ഫെസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നത്. ഫസ്റ്റ് കഴിഞ്ഞിട്ടും അഴിമതി ആരോപണങ്ങളോ സ്വജനപക്ഷ ആരോപണങ്ങളോ ഒന്നുമുണ്ടായില്ല. എന്നിട്ടും വളരെ മനുഷ്യത്വരഹിതവും മാന്യരഹിതവുമായ രീതിയിലാണ് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടത്. കാലാവധി തീർന്നതുകൊണ്ടാണ് പ്രേംകുമാറിനെ മാറ്റിയെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന്റെ ഭാഷ്യം. കോൺഗ്രസ് പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ഇടതുപക്ഷ പുരോഗമന സ്വഭാവം പുലർത്തിയിരുന്ന ആളായിരുന്നു പ്രേംകുമാർ. നിരവധി ഇടതുപക്ഷ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഇടതുപക്ഷ നാടക പ്രവർത്തനങ്ങളുടെ സഹയാത്രികനായിരുന്ന പ്രേംകുമാർ സഖാവിൻ്റെ വേഷമിട്ടാണ് സിനിമയിലേക്കും കടന്നു വന്നത്. അതും വെറും സഖാവിൻ്റെ വേഷത്തിലായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ സഖാവായ P. കൃഷ്ണപിള്ളയുടെ വേഷത്തിലായിരുന്നു പ്രേംകുമാർ ആദ്യമായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത്. അന്നു മുതൽ ഒരു ഇടതുപക്ഷക്കാരനായിട്ടായിരുന്നു പ്രേംകുമാർ അറിയപ്പെട്ടിരുന്നത്. എന്നിട്ടും പ്രേംകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അപമാനിച്ചാണ് അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറക്കിവിട്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തിയിരുന്ന സമരത്തെ അനുകൂലിച്ചു സംസാരിച്ചതിൻ്റെ പേരിലായിരുന്നു അപമാനിക്കപ്പെട്ടതെന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാരഥിയായിരുന്ന ചിലരുടെ അനുഭവങ്ങൾ പറഞ്ഞത് യഥാർത്ഥ വിഷയത്തിലേക്ക് കയറാൻ വേണ്ടിയാണ്. സർക്കാർ കോർപ്പറേഷനുകൾ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷനാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കോടികളുടെ ആസ്തിയുള്ള, കോടികൾ വരുമാനമുള്ള, ഏറ്റവും അധികം സുഖസൗകര്യങ്ങളുള്ള കോർപ്പറേഷൻ. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് CPMലെ വിവാദ നായകനായ PK ശശി ex-MLA ആണ്. തമിഴ് പടത്തിലെ രാജപാട്ടുകാരെ പോലെ കെട്ടിയൊരുങ്ങി തിളങ്ങുന്ന വസ്ത്രങ്ങളും ധരിച്ച് നടക്കുന്ന അപൂർവം CPM MLA-മാരിൽ ഒരാളാണ് അദ്ദേഹം. എതിരാളികൾ അങ്ങനെയാണ് ആരോപിക്കുന്നത്. MLA ആയിരുന്ന കാലത്തും തുടർന്നും പാർട്ടിയിൽ സ്വന്തമായ സാമ്രാജ്യം സൃഷ്ടിച്ച് പാർട്ടിയെ അദ്ദേഹം അടക്കി വാണിരുന്നെന്നാണ് ആരോപണമുള്ളത്. മുതലാളിത്തത്തിനെതിരെ വിപ്ലവ രീതി ശാസ്ത്രങ്ങൾ പ്രസംഗിച്ച് അണികളെ മണ്ടന്മാരാക്കി മുതലാളിത്തത്തിൻ്റെ ചങ്ങാതിയായി പാർട്ടിയെ വലതുപക്ഷത്തേക്ക് ആനയിച്ച ആളാണ് ഇദ്ദേഹം. അന്നേ ആരോപണമുണ്ടായിരുന്നു. എന്നിട്ടും ഇയാൾ പാർട്ടി നേതാക്കന്മാരുടെ ഓമനപ്പിള്ളയായിരുന്നു. അതുകൊണ്ടാകണം ഇയാൾ എന്തു ചെയ്താലും പാർട്ടി നേതൃത്വത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. MLA ആയിരുന്ന കാലത്താണ് PK ശശിക്കെതിരെ കേരളത്തെ ഇളക്കിമറിച്ച ഒരു ലൈംഗിക ആരോപണം ഉയർന്നത്. അത് നിയമത്തിൻ്റെ മുന്നിലെത്തി അതേ പാർട്ടി സംരക്ഷിച്ചു. ലൈംഗിക ആക്രമണത്തിൻ്റെ തീവ്രത അളക്കാൻ മുൻ മന്ത്രിമാരായ AK ബാലനെയും PK ശ്രീമതിയെയും പാർട്ടി നിയോഗിച്ചു. പരിഹാസിക്കപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലൂടെ പാർട്ടി അപ്പോഴും PK ശശിക്ക് സംരക്ഷണ വലയമൊരുക്കി. 2021 PK ശശിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയിരുന്നത് ഇതിൻ്റെ പേരിലായിരുന്നെന്ന് പറയപ്പെടുന്നു. അപ്പോഴും കട്ടിൽ നിന്ന് മെത്തയിലേക്കെന്ന പോലെ CPM ശശിയെ സംരക്ഷിച്ചു. MLA സ്ഥാനത്തിന് പകരം KTDC ചെയർമാനാക്കി. അതിനുശേഷമാണ് പാർട്ടി ഫണ്ട് വെട്ടിപ്പിക്കിൻ്റെ ആരോപണം ഉയർന്നത്. ചെറിയ തുകയൊന്നുമായിരുന്നില്ല ഇത്, 50 ലക്ഷത്തോളം രൂപയുടെ ആരോപണമായിരുന്നു ഇത്. ഇതേ തുടർന്നായിരുന്നു പാർട്ടിയിൽ തരം താഴ്ത്തൽ നടപടി നേരിടേണ്ടി വന്നത്. അപ്പോഴും ശശിയുടെ ചെയർമാൻ സ്ഥാനത്തിന് ഒരു കോട്ടവും ഉണ്ടായില്ല. വെറും ബ്രാഞ്ച് മെമ്പറായ ഇദ്ദേഹം വീണ്ടും വീണ്ടും പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്ന ചെയ്തികൾ തുടർന്നെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കെതിരെ അഗളി പഞ്ചായത്തിൽ 9 സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നാണ് റിപ്പോർട്ട്. എന്നിട്ടും ഇയാളുടെ ചെയർമാൻഷിപ്പിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഇപ്പോൾ കോൺഗ്രസിലേക്ക് കാലുമാറി. ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പാർട്ടിയെ നിരന്തരം അപമാനിക്കാനും തലവേദന സൃഷ്ടിക്കാവുന്ന ഒരാളുടെ ചെയർമാൻ സ്ഥാനം പാർട്ടി എന്തിനു സംരക്ഷിക്കുന്നു? ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന ഓട്ടോയ്ക്ക് കൂലി കൊടുക്കാൻ 70 രൂപ പിരിച്ചെടുത്ത ഓമനക്കുട്ടൻ്റെ പേരിൽ നാം നടപടിയെടുത്തു. PK ശശിയുടെ രാജകീയ സിംഹാസനം എന്തിനു സംരക്ഷിക്കുന്നു? ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നെങ്കിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തില്ലായിരുന്നല്ലോ. ആരോപണങ്ങൾ ശരിയായിരുന്നെന്നല്ലേ അത് തെളിയിക്കുന്നത്? ഈ സാഹചര്യത്തിൽ ശശിയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളില്ലേ? അതെന്താണ്? ശശിയെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ? എങ്കിൽ അതാരാണ്? പൂച്ചക്കുഞ്ഞിനെ ചെവിയിൽ പിടിച്ച് ദൂരെ എറിയും പോലെ KTDC ചെയർമാനെ ദൂരെ എറിയാൻ അധികാരമുള്ള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എന്തേ അത് ചെയ്യാത്തത്? മന്ത്രി റിയാസും PK ശശിയെ ഭയക്കുന്നു. പാർട്ടി അണികൾ അങ്ങനെ സംശയിച്ചാൽ
തെറ്റ് പറയാനാകുമോ? കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.